നമ്മൾ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. ഹെൽത്തിയാണ്, ടേസ്റ്റാണ്. വേറൊന്നുമല്ല, കറിക്കിട കഞ്ഞി കേട്ടോ. ഇതിൻ്റെ മിക്സ് നമുക്ക് പീടിയെന്നൊക്കെ കിട്ടും പാക്കറ്റായിട്ട്. അത് ഇന്നലെ രാത്രി ഞാൻ വേവിച്ച് വെച്ചതാട്ടോ. ദൈക്കാണെന്നാണ് സാധനം. ഇത് പാക്കറ്റിലായിരുന്നു, ഞാനത് കുപ്പിയിലേക്ക് മാറ്റിയിട്ടതാണ്. അത് ഇന്നലെ രാത്രി കുക്കറിലിട്ട് ഒരു 5-6 വിസിൽ വേവിച്ചെടുത്തതാട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് വെള്ളം ഇങ്ങനെ ചെത്തിയിട്ടിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുക. തീ ഞാൻ കത്തിച്ചിട്ടില്ല, അതിൻ്റെ മുന്നേ വെള്ളം ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കാമെന്ന് വിചാരിച്ചാട്ടോ. സംഭവം ഇത് ഇന്നലെ ഉണ്ടാക്കിന് കേട്ടോ, ഇന്നലെ രാവിലത്തേക്ക്. പക്ഷേ എങ്കിൽ വീഡിയോ എടുക്കാനായിക്കില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയാവും എന്താണെന്നൊന്നും അറിയാത്തതുകൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇടുന്ന മുത്താറിയും തേങ്ങയും കൂടി അരച്ചിട്ടാണ്. അതിന് മുത്താറി കഴുകിയിട്ട്, മുത്താറിനേക്ക് എല്ലായിടത്തും പറയാമല്ലേ, ആ മുത്താറി കഴുകിയിട്ട് ഊറ്റിയിട്ടിട്ട് അതിലേക്ക് തേങ്ങയും കൂടി ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കട്ടോ. അത് അരച്ചെടുത്തിട്ട് നല്ലോണം അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കിയെടുക്കട്ടോ. എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണെന്ന് ഉണ്ടാക്കിയെടുക്കുക എന്ന് അറിയില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയെടുത്തതാട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് നല്ല ജീരകം പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. നല്ല ജീരകം എന്ന് പറയുന്നത് ചെറിയ ജീരകമില്ലേ, അതൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുക. മുത്താറി ഒഴിച്ചുകൊണ്ട് കൈ വെക്കാണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അതിലേക്ക് കട്ട പിടിച്ചു. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് വെക്കാം. അതിനൊന്ന് ബാലൻസ് ചെയ്യണ്ടേ. വെള്ളം എല്ലായിടത്തിലും ഇടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സാധാരണ വെള്ളം ഇടാണ്ടാണ് എടുക്കലെന്ന് പറയില്ല. പക്ഷേ എങ്കിൽ ഇത്തിരി മധുരം നന്നായിട്ട് നേരിച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഇട്ടതാണ്. വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടി മുകളിൽ ഒഴിച്ചു കൊടുക്കട്ടോ. ഞാനതൊക്കെ ആക്കി വരുമ്പോഴത്തേക്ക് വാപ്പയും മോനും എണീച്ച് പല്ലൊക്കെ തേക്കൽ കഴിഞ്ഞിട്ട് തിരിഞ്ഞ് പറഞ്ഞൊന്നും നോക്കണ്ട ഗൈസ്, നിറച്ചാറിയിട്ടിരിക്കും. മഴയായതുകൊണ്ട് എനിക്ക് വേറെ ഓപ്ഷനൊന്നുമില്ലല്ലോ. പിന്നെ വല്ല അഭ്യാസ പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ചായ കുടിക്കാൻ കയറാൻ. ഞായറാഴ്ച മാത്രം കാണുന്ന ചില വ്യായാമങ്ങളാട്ടോ ഇതൊക്കെ. പിന്നെ നമ്മൾ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് തണി വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് 3 പാത്രം നിരത്തി വെച്ച് ഞങ്ങൾക്ക് 3 അതിലേക്ക് കോരി ഒഴിച്ച് കൊടുത്ത് തണ്ണിയോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എപ്പോഴും ഓന് ചൂട് എന്ന് പറയും. എങ്ങനെ തണിഞ്ഞാലും 3 സ്പൂണെല്ലാം ഇട്ട് ഞങ്ങൾ ഭാവി കാര്യങ്ങളൊക്കെ അങ്ങനെ ചർച്ച ചെയ്തത് അങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഗൈസ്, നമ്മളെ ചാനൽ കാണുന്നതിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളെ ചെറിയ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അയൺമാൻ ഹൽക്കൊക്കെ കർക്കിടക കഞ്ഞി പിടിച്ചിട്ടാണ് മസിലൊക്കെ വന്ന് തടിച്ച് വലിയതായതെന്ന് പറഞ്ഞിട്ടാട്ടോ ഓനിക്കഞ്ഞി ആവേശത്ത് പിടിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാറ്റാ, ബൈ, സീ യു.